കോളേജിൽ സുഹൃത്തുക്കളായിട്ടുള്ള സഹവിദ്യാർത്ഥികളോടൊപ്പം തന്നെ അധ്യാപകരും മനസ്സിൽ നിൽക്കുന്ന കുറേ അധ്യാപകരെങ്കിലും ഉണ്ടാവും. ഇവിടെ ജോർജ് ഓണക്കൂർ സാറ് മാർ ഇവാനിയസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇവിടെ സമാഗമത്തിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ സാറിൻ്റെ പേരുണ്ടായിരുന്നു. തീർച്ചയായും വലിയ സ്വാധീനമായിരുന്നു. അദ്ദേഹം അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജയകുമാർ സാറിൻ്റെ അധ്യാപകനും പ്രമുഖ സാഹിത്യകാരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാറ് സമാഗമത്തിൽ മെയിൻ അതിഥിയായിട്ട് വന്നു. ഇപ്പോൾ വീണ്ടും ജയകുമാർ സാറിൻ്റെ അതിഥിയായിട്ട് വരികയാണ്. ഒരിക്കൽ കൂടി സമാഗമത്തിലേക്ക് സ്വാഗതം. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പം മാർ ഇവാനിയസ് കോളേജിൽ ചെറിയ കുട്ടിയാണ്. ഞാൻ വലിയ പ്രായമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അധ്യാപകനായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ ഒത്തിരി പുതിയ കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിലിരിക്കുകയാണ്. ആ കൂടെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച വളരെ സൗമ്യനായ വളരെ ദീപ്തമായ മുഖമുള്ള നമ്മളല്ലാതെ ആകർഷിച്ച് ഹൃദയത്തോട് അടുപ്പിച്ചൊരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും അഭിമാനമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കെ ജയകുമാർ. ജയനൊരു വലിയ പരിവേഷം ഉണ്ടായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രശസ്തനായ നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ്റെ മകനാണ് ഈ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ആകർഷണം നമുക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊന്ന് ഞങ്ങളങ്ങ് ഏതോ ഒരു നിമിഷത്തിൽ ഒരു നിയോഗം പോലെ പരിചയപ്പെടുകയായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒത്തിരി. ഞാൻ നടക്കുന്ന ഓരോ കാൽവെപ്പുകളും ജയൻ അറിയാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം കൃഷ്ണനായർ സാർ മദ്രാസിലാണ്. അപ്പോൾ സിനിമയുടെ ഒരു പരിവേഷമൊക്കെ ഉണ്ട്. ആ കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു കാറ് ഡ്രൈവ് ചെയ്തിട്ട് വെള്ള ഫിയറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ അറിയാതെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ആ അമ്മ എനിക്ക് ഒത്തിരി ഭക്ഷണം തന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയും ഞങ്ങൾ കുടുംബം എൻ്റെ കുട്ടികളുടെ ഉണ്ടായപ്പോഴും ഒക്കെ ആ വീട് എനിക്ക് എൻ്റെ ഒരു വീട് പോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ നല്ല ഒരു ഉറപ്പുള്ളൊരു കുടുംബമാണ്. ഒരു നല്ല ഭദ്രതയുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അതിഥി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു അംഗം എന്നുള്ള നല്ലൊരു പരിഗണന എനിക്ക് തീർച്ചയായിട്ടും ജയൻ്റെ വീട്ടിൽ കിട്ടിയത്. അതുപോലെ ജയൻ എൻ്റെ വീട്ടിലും അതുപോലെയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും സുഖമില്ലാതായപ്പോൾ കൂട്ടു നിൽക്കാൻ ആശുപത്രിയിൽ പോകണേ. ഞാൻ സാറിൻ്റെ വൈഫിനെയാണ് പോയിട്ട് പറയുന്നത്, സാർ ഒന്ന് കൂടെ പോകാൻ വേറെ ആരുമില്ല, അച്ഛനിവിടെ ഇല്ല, വേറെ ആരുമില്ല, ചേച്ചിയെ പോലെ സ്വന്തം ചേച്ചിയെ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ അതൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അതിപ്പോൾ എൻ്റെ മേരി ആണെങ്കിൽ എൻ്റെ വൈഫിന് ഏറ്റവും മീര എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം അനുജത്തി തന്നെയാണ്. എന്നുവെച്ചാൽ അത്ര മക്കളും അതുപോലെ തന്നെയാണ്. പഠിക്കുന്ന കാലത്ത് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ആശാൻ്റെ നായികമാരെക്കുറിച്ച് നല്ല പഠനം കൃഷ്ണപിള്ള സാറ് പോലും വളരെ പ്രശംസിച്ച നല്ലൊരു പഠന ഗ്രന്ഥം ജയകുമാർ എഴുതി. BSc സുവോളജിയാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജയനോട് പഠിക്കുന്ന സമയത്ത് ജയൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വേറെ വിദ്യാർത്ഥിയാണ് ബാബു, ഇപ്പോൾ അടുത്ത കാലത്ത് അന്തരിച്ചു. ഇവർ രണ്ടുപേരും ചേർന്ന് സ്റ്റുഡൻറ്റ് സെൻറ്ററിലൊരു വളരെ പുതിയൊരു സംരംഭം ചെയ്തു, പോസ്റ്റർ പോയട്രി എക്സിബിഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ നല്ല ചിത്രകാരനാണ്, വളരെ നമ്മൾ ഒരു അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെടുന്ന ചിത്രകാരനായിട്ട് വളർന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ജയൻ കവിത എഴുതുന്നു, ബാബു ചിത്രം വരയ്ക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു പോസ്റ്റർ പോയട്രി എക്സിബിഷൻ. അതൊരു പുതിയ സാഹിത്യ രൂപമാണ്, പുതിയ കലാരൂപം. അങ്ങനെ ഒരു സംഭവം വാസ്തവം നടന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പിന്നീട് IAS വന്നപ്പോഴത്തേക്ക് ഈ നമ്മൾ എഴുതുമല്ലോ, നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതുമ്പോഴത്തേക്കും കണ്ടക്ടഡ് പോസ്റ്റർ പോയട്രി എക്സിബിഷൻ എന്ന് എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറയാം വളരെ യുണീക്കായിട്ടുള്ള വളരെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് ആ കാലം തൊട്ട് കുട്ടിയായിരിക്കുന്ന ചെറിയ കുട്ടിയാണ് ആ കാലം തൊട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ചീഫ് സെക്രട്ടറി എന്ന് അഭിമാനിക്കുന്നു, അത് കേരളം മുഴുവൻ അഭിമാനിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും എന്താണ് മഹാകവി ഉള്ളൂരിന് ശേഷം ഒരു പോയറ്റ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയതാണ് കെ ജയകുമാർ. അതൊരു അങ്ങനെ ഒരു സംഭവം വരെയാണ്. ഇത് രണ്ടായിട്ട് ജയനെ കാണാൻ കഴിയുന്നതാണ്. ഈസ് എ വെരി ഗുഡ് ഓഫീസർ, അതുപോലെ തന്നെ ഒരു പൊയറ്റിക് ആർട്ടിസ്റ്റിക് മൈൻഡും കൂടെ സൂക്ഷിക്കുന്നു. എനിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് അതും കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിലത്തേക്ക് അത് ശരിയാവില്ല. എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. പിന്നീട് 2 ജോലിക്ക് ഞാൻ ജയൻ്റെ കയ്യിൽ നിന്നാണ് ചാർജ് എടുത്തത്. ജയകുമാർ താൽക്കാലികമായിട്ട് ചാർജ് വഹിച്ച 2 സ്ഥാപനങ്ങളിൽ ഞാൻ ഡയറക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് ജയനിൽ നിന്നാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. എൻസൈക്ലോപ്പീഡിയ ഡയറക്ടറായിട്ട് ജയകുമാറാണ് എനിക്ക് ചാർജ് തരുന്നത്.
അതുപോലെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെ ചെയർമാനായിട്ട് ഞാൻ വരുന്നു. ആ ചെയർമാനായിട്ട് വരുന്നത് വാസ്തവത്തിൽ ജയൻ്റെ ഒരു ബുദ്ധിയാണ്. കാരണം അന്നത്തെ മന്ത്രി PJ ജോസഫ് പറഞ്ഞ് 7 പേരുടെ ഒരു പാനൽ കൊടുക്കാൻ പറഞ്ഞു. ഹി ഇൻക്ലൂഡഡ് മൈ നെയിം ഓൾസോ ദെയർ. ഒരു പക്ഷേ അന്ന് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ജോസഫിൻ്റെ തലയിൽ ഇത് കയറണമെന്നില്ല വാസ്തവത്തിൽ. കൊടുത്തു, ഓട്ടോമാറ്റിക്കലി ഐ വാസ് സെലക്റ്റഡ്. അതും ഞാൻ ജയകുമാറിൻ്റെ കയ്യിൽ നിന്നാണ് ചാർജ് എടുക്കുന്നത്. പ്രശസ്തനായ അച്ഛൻ്റെ മകൻ, അങ്ങനെ പ്രശസ്തരായ അച്ഛന്മാരുടെ കുറേ മക്കൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ജഗതി NK ആചാര്യയുടെ മകൻ ജഗതി ശ്രീകുമാർ സാറിൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ TN ഗോപിനാഥൻ നായരുടെ മകൻ തോപ്പിൽ വാസിയുടെ മകൻ, CG ഗോപിനാഥൻ്റെ മകൻ, സാക്ഷാൽ K കരുണാകരൻ്റെ മകൻ, EMSൻ്റെ മകൻ, BK വാസുദേവൻ നായരുടെ മകൻ, P ഗോവിന്ദപിള്ളയുടെ മകൻ, അങ്ങനെ മക്കളുടെ ഒരു പ്രശസ്തരായ അച്ഛന്മാരുടെ മക്കൾ പഠിച്ച അത് വലിയൊരു എന്താ പറയുക, ഭാഗ്യമോ അനുഗ്രഹമോ ഒക്കെ കാലത്തിൻ്റെ ഒരു മഹിമയുള്ളത്. അപ്പോൾ അങ്ങനെ പ്രശസ്തനായ ഒരു അച്ഛൻ്റെ മകൻ രവി വള്ളത്തോൾ സാറിൻ്റെ സഹപാഠിയായിരുന്ന സുഹൃത്തായിരുന്നു. രവി വള്ളത്തോളിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട് ഇവിടെ, അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. K ജയകുമാർ ഞങ്ങൾക്ക് ജയനായിരുന്നു. മാറിവാനിസിൽ കോളേജിൽ തുടങ്ങിയ ആ ബന്ധം 4 പതിറ്റാണ്ടിലേറെ കാലമായി ഇന്നും അനസ്യൂതം ഒഴുകുന്ന ഒരു ബന്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയൻ ഒരു തവണ ജയനും CG ഗോപിനാഥൻ്റെ മകൻ രാജേന്ദ്ര ബാബുവും കൂടി ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ജയൻ വാസ്തവത്തിൽ നായികയായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അടക്കി ഭരിച്ച് നിൽക്കുന്ന ഒരു നായികയായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, അത്ര സുന്ദരിയായിരുന്നു ജയൻ നായികയായപ്പോൾ. ജയൻ വളരെ എന്താ പറയുക, ഒരു ഒച്ചപ്പാടുമില്ലാതെ വളരെ സോഫ്റ്റായിട്ട് വളരെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനൊരു ഒച്ചപ്പാടൊന്നും കൊടുക്കുകയില്ല. ഒറ്റ വാക്കിൽ നമ്മുടെ ജയനെപ്പറ്റി പറയുകയാണെങ്കിൽ സൗമ്യം, ദീപ്തം, സുന്ദരം. സാർ പെൺവേഷം കെട്ടി അവിടെ അഭിനയിച്ചതിന് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി. ഇതിനൊരു ഉപകഥയുണ്ട്, അത് പിന്നെ പറയാം. അന്ന് രവി വള്ളത്തോൾ രവി സ്ഥിരം പെണ്ണാണ്, സ്ഥിരമാണ്, ജഗതി പുരുഷനുമായിരുന്നു. അവർ രണ്ടുപേരും നല്ല മാച്ചിങ്, അതിസൂയപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പരിശ്രമം നടത്തിയെങ്കിലും ഇവരുടെ മേൽക്കോയ്മയെ വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവരെല്ലാം പൊളിഞ്ഞ് പാളിഷായി പോയി. അത് വലിയൊരു കഥയാണ്, അത് വേറൊരു വശം. അതൊക്കെ രസം. അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല സാർ. ആ വിശേഷങ്ങൾ നമുക്കിനി പറഞ്ഞുകൊണ്ടിരുന്ന സമാഗമം കൂടെ അവസാനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമാഗമത്തിൽ വന്നതിന് അധികം സന്തോഷം. ഒത്തിരി സന്തോഷം, പ്രത്യേകിച്ച് ഈ ഒരവസ്ഥ. താങ്ക് യു.